ഹായ് ഓൾ. മാജിക് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ 23ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് 23ാമത്തെ ദിവസത്തിൽ നമ്മളോട് പറയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയോ? ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. എന്തായിരിക്കും? ദ മാജിക്കൽ എയർ ദാറ്റ് യു ബ്രീത്ത്. നിങ്ങൾ ശ്വസിക്കുന്ന ശുദ്ധവായു ഉണ്ടല്ലോ, നിങ്ങൾ ശ്വസിക്കുന്ന ആ വായുവിൽ എങ്ങനെയാണ് മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ആ വായുവിന് എത്രത്തോളം പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പ്രാക്ടീസ് ആണിത്. അപ്പൊ റോണ്ട ബേൺ ഈ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് കുറെ ഇൻസൈറ്റ് ആണ് തരുന്നത്. കാരണം ഈ ലോകം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കോടാനുകോടി അബണ്ടൻസുകളുടെ ഒരു ലോകം തന്നെയാണ്. നല്ല ശുദ്ധവായു, കാറ്റ്, മഴ, വെള്ളം, പിന്നെ അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ എത്ര എത്ര കാഴ്ചകളുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഓരോ മരങ്ങളും, ജീവജാലങ്ങള്, എത്ര ഇഴജന്തുക്കളുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാം ഈ ഒരു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്ന കാര്യങ്ങളല്ലേ. ഒരു മനുഷ്യന്റെ ജീവിതത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശുദ്ധവായു. ഒരു മനുഷ്യന് ശ്വസിക്കാൻ വായു ഇല്ലെങ്കിലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊറോണ വന്ന സമയത്ത് അല്ലാതെ തന്നെ ഹോസ്പിറ്റലിൽ ഈ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്ര ആളുകൾ പൈസ കൊടുത്തിട്ടാണ് എന്ത് വാങ്ങുന്നത്? ഓക്സിജൻ മാസ്കുകൾ ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചിട്ട് എന്താണ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എത്ര നെബുലൈസറിലൊക്കെ ഓക്സിജൻ ഇട്ടിട്ട് നെബുലൈസേഷൻ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം വരുമ്പോൾ, കറക്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ട് ആളുകളുടെ ജീവൻ നിലനിർത്തുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്തുള്ളത്. അതുപോലെ തന്നെ വെള്ളം, ശുദ്ധമായ വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. വായു തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സൂര്യന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് എന്താണ്? ഭൂമി. ഭൂമിയിൽ ഭൂമിക്ക് ഇങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങുകയാണെങ്കിലും സൂര്യനിൽ നിന്ന് നേരിട്ട് വരുന്ന സൂര്യ ആഘാതം നമ്മളെ ശരീരത്തിലൊന്നും ഏൽക്കാതെ നമ്മളെ ശരീരത്തെയും ഭൂമിയെ തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ആവരണം ഉണ്ട് അല്ലെ. ഒരു പാളിയുണ്ട്, ഭൂമിയെ പതിഞ്ഞു നിൽക്കുന്ന ഓസോൺ പാളിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല ലെയേഴ്സിൽ നമ്മളെ തന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലാണ് നമ്മള്. അതിൽ ഓക്സിജൻ ഈ ഓക്സിജൻ ഒന്നും പുറത്തു പോവാതെ ഈ ഫുൾ ഓക്സിജനെ ഇവിടെ നിലനിർത്തി ഈ മരങ്ങൾ ഈ ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അത് മരങ്ങൾ ശ്വസിക്കുന്നു. ജീവജാലങ്ങൾക്ക് ശ്വസിക്കാനും ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ശ്വസനവായു ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മരങ്ങൾ റിലീസ് ചെയ്യുന്ന ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും എന്താണ് യഥേഷ്ടം ആവശ്യത്തിലധികം ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. വായു നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ശ്വാസം എടുത്ത് പുറത്ത് വിടാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഈ ശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മളെ ജീവൻ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വരെ ഒരു സെക്കൻഡിൽ, ഒരു നിമിഷം നമ്മളൊന്ന് സ്റ്റക്കായി നിൽക്കാതെ അത്രയ്ക്ക് നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ട്. ഇത് ഓരോ മനുഷ്യനും ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുന്നുണ്ട്, പുറത്തു വിടുന്നുണ്ട്. അവരുടേതായ ശ്വസന വായുകൾ ശ്വസിക്കുന്നുണ്ട് അല്ലെ. ജീവജാലങ്ങളെല്ലാം തന്നെ ആ ശുദ്ധമായ വായു നമുക്ക് ശ്വസിക്കാൻ അവസരം കിട്ടിയില്ലേ? ആ ശുദ്ധമായ ഒരു തുള്ളി കളങ്കമില്ലാത്ത ആ വായു നമുക്ക് ശ്വസിക്കാൻ കഴിഞ്ഞില്ലേ? ആ കറക്റ്റ് ആയിട്ട് ആ വായു ശ്വസിക്കുന്നതിലൂടെ നമ്മളെ ശരീരത്തിന്റെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്നില്ലേ? നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ ശ്വസിക്കുന്ന വായുവിന് നന്ദി പറയണമെന്ന് പറയുമ്പോൾ പണ്ടുള്ള ആളുകളൊക്കെ നിങ്ങക്ക് പ്രാന്താന്നൊക്കെ പറയായിരുന്നു ചിലപ്പോ അല്ലെ. എന്ത് വിഡിത്ത ഈ പറയുന്നതെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഒരു നിമിഷം ആലോചിക്കുക. ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്താൽ, ഇത് നിങ്ങൾ ചെയ്ത റോണ്ട ബേൺ ഈ ബുക്കിൽ പറയുന്നത് പോലെ തന്നെ നമ്മളെ ജീവിതം സ്വർണമാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് ഇത്. മാജിക് എയർ എന്ന് പറയുമ്പോൾ ഈ ശ്വസിക്കുന്ന വായുവിനോട് നന്ദി പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളെ ഈ ജീവജാലങ്ങളിലും നമുക്കും ഒക്കെ യഥേഷ്ടം ശ്വസിക്കാൻ തന്ന ആ ശ്വസന വായു അതിന് ശരീരത്തിന് മൊത്തം നിലനിർത്തുന്ന ഈ ഒരു ചെറിയൊരു ഒരു സെക്കൻഡ് പോലും നിലയ്ക്കാതെ ഈ ചെറിയൊരു ഈ ഒരു പ്രക്രിയ, നമ്മൾ ശ്വാസം എടുക്കുന്ന വിടുന്ന, നിങ്ങൾ സൈലന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്ന് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ഒന്ന് ചെയ്ത് നോക്കിക്കേ. അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് ആ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ആ പ്രോസസ്സ് നമുക്ക് എത്ര സന്തോഷം തരും. രാവിലെ ഓടാനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ രാവിലെ ഏർലി മോർണിംഗ്
ഏർലി മോർണിംഗ് നമ്മൾ പുറത്തൊന്ന് ഓടാൻ പോയൊക്കെ വരുമ്പോൾ മനസ്സിനൊരു ഉന്മേഷമാണ്, ശരീരത്തിന് തന്നെ ഒരു ഉന്മേഷം വരും അല്ലെ. ആ കാരണം പ്രകൃതിയിലുള്ള എല്ലാ ആ രാത്രിയുള്ള സമയത്ത് എന്താന്ന് വെച്ചാൽ ഭയങ്കര ഓക്സിജൻ, ഒരു ഫ്രഷ് എയർ ആയിരിക്കും. ആ ഫ്രഷ് എയർ ആണ് നമ്മൾ ശ്വസിക്കുന്നത് ഓടാൻ പോകുമ്പോൾ അല്ലെ പുറത്തുനിന്ന്. ഈ എക്സസൈസ് നിങ്ങൾക്ക് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെസ്റ്റ്, അകത്തുനിന്ന് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പുറത്തുനിന്നാണെങ്കിലും അകത്തുനിന്നാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ രാവിലെ ഓടുന്നതും അല്ലെങ്കിൽ പുറത്താണെങ്കിലും നമ്മൾ അകത്താണെങ്കിലും നമ്മൾ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഏത് നിമിഷവും നമുക്ക് എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഈ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് നിങ്ങൾ ഇന്നത്തെ ആക്ടിവിറ്റിയിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 5 പ്രാവശ്യം 5 തവണ ശ്വാസം എടുക്കുക, പതുക്കെ ശ്വാസം എടുത്ത് ശ്വാസം വിടുക. ശ്വാസം മൂക്കിലൂടെ എടുത്ത് വായിലൂടെ വിടാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓരോ ശ്വാസം ഒരു പ്രാവശ്യം ഒരു റൗണ്ട് എടുത്ത് വിടുമ്പോഴും നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് അറിയോ? ഞാൻ ശ്വസിച്ച ഈ ഒരു മാജിക് എയറിന് താങ്ക് യു, എനിക്ക് ശ്വസിക്കാൻ കഴിഞ്ഞതിന് നന്ദി പറയണ്ടേ. ഞാൻ ശ്വസിച്ച മാജിക് എയറിന് താങ്ക് യു, ഞാൻ ശ്വസിച്ച മാന്ത്രിക വായുവിന് നന്ദി എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ ശ്വസിച്ച മാജിക് എയറിന് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയാം. 5 പ്രാവശ്യം അങ്ങനെ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യാം. നിങ്ങൾ എത്രത്തോളം അങ്ങേ അറ്റം നിങ്ങൾ എന്താണ് കൃതജ്ഞത പറയുകയാണെങ്കിൽ നിങ്ങളെ ലൈഫിന് ഒരു അമേസിങ് ആയിട്ടുള്ള ഒരു ലൈഫ് ചേഞ്ചിങ് ആവാൻ ഇതൊരു കാരണമാകുന്നുള്ളതാണ്. നിങ്ങളെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്ന പോലെ ഒരു വിത്തിൻ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും ഈ പ്രാക്ടീസ് നിങ്ങളെ ലൈഫിൽ ചെയ്യുമ്പോൾ. കാരണം നമ്മൾ അത്രയും സിമ്പിളായിട്ട് നമ്മളെ ലൈഫിന്, നമ്മളെ ശരീരത്തിന്റെ മൊത്തം സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകത്തോടാണ് നമ്മൾ എന്ത് പറയുന്നത്, താങ്ക് യു പറയുന്നത്. നമ്മളെ ബ്ലഡുകൾക്കൊക്കെ ഓക്സിജൻ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ ആ താങ്ക് യു പറയുമ്പോൾ ആ ഫ്രഷ് എയറിന് ശരീരത്തിന് പുറത്തുനിന്ന് ഒരു വസ്തു ഉള്ളിലേക്ക് കിടക്കുന്നതാണ്. അത് യഥേഷ്ടം അത്യാവശ്യ ഘടകം നമുക്ക് യഥേഷ്ടം ഒരു പൈസ പോലും കൊടുക്കാതെ എന്താണ് സുലഭമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും അബണ്ടൻസ്, ഇത്രയും എത്ര ആളുകൾ ശ്വസിച്ചാലും തീരാത്ത അത്ര വെള്ളവും വായുവും ഈ ലോകത്ത് ഉണ്ടാവുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതുപോലെ തന്നെ ബാക്കിയുള്ള അബണ്ടൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അത്രയധികം ഈ ലോകത്ത് ഉണ്ടാവൂലേ. അത് നമ്മളിലേക്ക് എത്താനുള്ള ആ ഒരു അലൈൻമെന്റ് നിങ്ങൾ സെറ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പവർഫുൾ ആവൂലേ. ഞാനിപ്പോ അനുഭവിക്കുന്നത് അതാണ്. സത്യം പറഞ്ഞാൽ ഏതൊരു പ്രശ്നം വന്നാലും ആ ഒരു സന്തോഷം എനിക്ക് സ്വയം എന്നിലൊരു സന്തോഷം ക്രിയേറ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നതിലേക്ക് എനിക്ക് യഥേഷ്ടം എത്തിപ്പെടാനും പറ്റുന്ന ഒരു സന്തോഷ അവസ്ഥ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ പടുകുഴിയിൽ എന്നെ ആയിരുന്നു, മുങ്ങിയ അവസ്ഥയിൽ ആളുകളെ മുമ്പിൽ ഇങ്ങനെ ചോദിക്കാൻ പറ്റാത്ത അത്രയും അവസ്ഥയിലേക്കൂടെ ഞാനിങ്ങനെ പറയാൻ പറ്റാത്ത അത്ര അവസ്ഥയിലൂടെ, കാണാൻ പറ്റാത്ത അത്രയും അവസ്ഥയിലൂടെ ചില നിമിഷങ്ങൾ ഞാൻ കടന്നു പോയിട്ടുണ്ട്. സങ്കടം കൊണ്ട് എന്താണ് മുങ്ങിത്താഴാന്ന് പറയില്ല, ഇങ്ങനെ മൂക്കടിച്ച് വീഴൂലേ, അങ്ങനെ വീണിട്ടും ഞാൻ ഇന്ന് നിങ്ങളോട് ഇത്ര സന്തോഷത്തോടു കൂടി പറയണമെങ്കിൽ അതിന്റെ പവർ ബാക്കിൽ ഇതായതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് ഇങ്ങനെ വിളിച്ചോതി പറഞ്ഞു തരുന്നത്. സത്യമാണ്, വിശ്വസിക്കണം. നിങ്ങൾ അത് ചെയ്ത് വിശ്വസിക്കണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് അത്രക്ക് പവർഫുൾ ആയിട്ട് പറയാനും ബാക്കിയുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് അലൈൻമെന്റിലാവാൻ പറ്റും. നമ്മൾ അലൈൻമെന്റിലായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ലഭിക്കുക, നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് നമ്മൾ ലൈഫ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുക എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് അതുപോലെ സന്തോഷം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് 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 നമ്മളെ മനസ്സിനെ ഊറ്റി ഉരുക്കി ചെത്തി 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 മിനുക്കണം. അപ്പൊ നിങ്ങൾക്ക് ചെത്തി മിനുക്കാൻ പറ്റും. ഈ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പ്രാക്ടീസ് എത്തും. നമ്മളെ ക്ലബിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എന്താണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് ഞാൻ ഒന്നും കൂടെ പറയാം. രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ആദ്യം 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു, ഓരോ ഗ്രാറ്റിറ്റ്യൂഡിനും താങ്ക് യു പറയുന്നു. അത് കഴിഞ്ഞാൽ ഇന്നത്തെ മാജിക് പ്രാക്ടീസ് എന്താണ്? ഇന്നത്തെ നമ്മൾ മാന്ത്രിക വായുവിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. 5 തവണ നിങ്ങൾ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഓരോ പ്രാവശ്യവും നല്ലോണം ടൈം എടുത്ത് ഒരു സാവധാനം നിങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ആ നല്ലോണം പുറത്തു വിടുന്നത് നല്ലോണം ഫീൽ ചെയ്യുക. ആ ശ്വാസം എടുക്കുന്നത് പുറത്തു വിടുന്നത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് മനസ്സറിഞ്ഞ് താങ്ക് യു പറയാം. എന്താ താങ്ക് യു പറയേണ്ടത്?
ഞാൻ ശ്വസിച്ച ഈ ശുദ്ധവായുവിന്, ഈ മാജിക് എയറിന് താങ്ക് യു. ഞാൻ ശ്വസിച്ച ഈ മാജിക് എയറിന് താങ്ക് യു. ഓരോ പ്രാവശ്യം 5 പ്രാവശ്യം അങ്ങനെ എഴുതുക. പിന്നെ എപ്പോഴൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാം. പുറത്തുനിന്നും ചെയ്യാം, അകത്തുനിന്നും ചെയ്യാം. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഇതൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നൽകും എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോകുമ്പോൾ നമ്മളെ മാജിക് സ്റ്റോൺ കയ്യിലെടുക്കുക. രാത്രി നമുക്ക് ഇന്നത്തെ ഡേ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു പറയാം. അപ്പൊ ഈ പ്രാക്ടീസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ടൊരു മാജിക് നിങ്ങളെ ജീവിതത്തെ സ്വർണ്ണമാക്കി നിങ്ങൾ മാറ്റാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ആണിത്. ആ അങ്ങനെയാണ് റോണ്ട ബേൺ നമുക്ക് ഈ ബുക്കിലൂടെ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ആണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പറ്റുക, നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്നോട് വന്ന് പറയാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ, താങ്ക് യു. ചെറിയൊരു പ്രാക്ടീസ് ആണ്, സമയമെടുത്ത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.